ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 77ാമത്തെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിക്കുക. 1950 ഈ ഒരു ദിവസമാണ് നമ്മളുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ആ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു സ്വതന്ത്രവും ജനാധിപത്യപരവുമായിട്ടുള്ള ഒരു രാജ്യമായിട്ട്, ഒരു റിപ്പബ്ലിക്കായിട്ട് അംഗീകരിക്കപ്പെട്ടു. ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് ഭരണഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ മറ്റുള്ളവർക്ക് അധികം അറിയാതെ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത് എന്ന്. അതായത് ഭരണകൂടമല്ല പ്രധാനം, നമ്മളാണ്, ജനങ്ങളാണ് പ്രധാനം. നമ്മളാണ് ശരിക്കും ഭരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിമകളല്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ അടിച്ചമർത്തപ്പെടാനുള്ളവരല്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെ രണ്ടാമതായിട്ട് നമുക്കറിയാം, ഈ നമ്മുടെ ഭരണഘടന നീതി, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമത്വം, അതിന് പറഞ്ഞിട്ടുണ്ട് ഈക്വാലിറ്റി, തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈ സമത്വവും തുല്യതയും അതുപോലെ തന്നെ നീതിയും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു വളരെ ശോചനീയമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, ഓൾ ആർ ഈക്വൽസ് ബട്ട് സം ആർ മോർ ഈക്വൽസ് എന്ന്. അതായത് നമ്മൾ തുല്യരാണ്, പക്ഷെ കുറെ പേര് കൂടുതൽ തുല്യരാണ് എന്നുള്ളൊരു കേൾവിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട്, നമ്മുടെ രാജ്യത്തിൽ ഉള്ള എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ജാതികളും എല്ലാ ഭാഷകളും ഒരേപോലെ തന്നെ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മുടെ ഭരണഘടന നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇവയെല്ലാം കോർത്തിണക്കി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ശരിക്കും നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതും വളരെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണോ നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന്. വീണ്ടും നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഇന്ന് റിപ്പബ്ലിക് പരേഡ് നമ്മുടെ ഡൽഹിയിലും മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടാടുന്നുണ്ട്. അവിടെ എന്താണ്? സൈന്യങ്ങളുടെ ശക്തിയെ, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയെ അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായസ്ഥിതിയെ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ധൈര്യ പ്രവർത്തനങ്ങൾക്കുള്ള, ധീര പ്രവർത്തനങ്ങൾക്കുള്ള സാധാരണ പൗരന്മാരും കുട്ടികളും അവിടെ ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. അപ്പോൾ അവർക്ക് എത്രമാത്രം നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ധൈര്യപ്രവർത്തനം, ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതുപോലെ നാം ഓരോരുത്തരും ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും രക്ഷിക്കുവാനായിട്ട് അത് അവരുടെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളൊരു കാര്യം കൂടി, ആ സന്ദേശം കൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കുമുണ്ട് വ്യക്തിപരമായ ഉത്തരവാദിത്തം, നമുക്കെല്ലാവർക്കുമുണ്ട് രാജ്യത്തോടുള്ള കടമ, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്. ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണെങ്കിൽ അവിടെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷകളും തുല്യമായിട്ട് പരിഗണിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യണം. അതിന്ന് സംഭവിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഏതാണ്ട് 1.5 മാസക്കാലം മുൻപ് നമ്മുടെ പാലക്കാടുള്ള വാളയാർ എന്ന സ്ഥലത്ത് ആ രാം നാരായൺ എന്നുള്ള ഒരു 31 വയസ്സുകാരൻ, ഒരു പാവപ്പെട്ടവൻ, തൻ്റെ അത്താഴ പട്ടിണിക്കാരൻ, ഒരു കുടുംബത്തെ വളർത്തുവാനായി പോറ്റുവാനായിട്ട് അങ്ങ് ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു കൂലിപ്പണിക്കാരൻ ദാരുണമായി തല്ലി ചതച്ച് കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഇവിടെയൊക്കെ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം. എന്നും എങ്ങനെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം. കേരളത്തിന്റെ ഇങ്ങറ്റം മുതൽ ജമ്മു കാശ്മീരിന്റെ അങ്ങേറ്റം വരെ ഓരോ ദിവസവും ഈ സ്പർദ്ധയുടെ പേരിൽ ഒത്തിരിയേറെ പേര് ഖനിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള കാര്യം വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ മറന്നു പോകരുത്. കാരണം നിങ്ങളിലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശുഭപ്രതീക്ഷ. നാളെയുടെ വാഗ്ദാനങ്ങൾ നിങ്ങളാണെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സൗഹൃദത്തെക്കുറിച്ച്. കാരണം
ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സൗഹൃദ വേദിയുടെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം നിലനിൽക്കുന്നത്. ഞാൻ സൗഹൃദ വേദി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പൊ ഈ സൗഹൃദ വേദിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് എല്ലാവർക്കും ഒരേപോലെ സൗഹൃദം. അവിടെ സൗഹൃദമാണ് മുദ്ര. അവിടെ മതത്തിനല്ല പ്രാധാന്യം, ഒരു സംസ്കാരത്തിനല്ല പ്രാധാന്യം, ഭാഷയ്ക്കല്ല പ്രാധാന്യം, ഒരു ജാതിക്കല്ല പ്രാധാന്യം, മറിച്ച് അവിടെ സൗഹൃദത്തിനാണ് പ്രാധാന്യം. ഈ സൗഹൃദം എന്നത് നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ശരിക്ക് നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരായി മറ്റുള്ളവരുടെ രക്ഷകരായി മാറുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു സൗഹൃദം ഞാൻ വളരെയേറെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. കാരണം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരു സുരേന്ദ്രൻ പുളിക്കലും സജി കൂവയ്ക്കലും യളങ്കോളി അബ്ദുള്ളയും പിന്നെ ഞാനുമായിരുന്നു. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ജാതി മത വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുന്നത് ഒരുമിച്ച്, ഞങ്ങൾ വരുന്നത് ഒരുമിച്ച്. വരുന്ന വഴിക്ക് ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറും. ഞങ്ങൾ 4 പേരുടെ ഏതെങ്കിലും വീട്ടിൽ കയറി അവിടെ ആ അമ്മമാര് തരുന്നത് ചിലപ്പം ഉണക്കക്കപ്പി ആയിരിക്കാം, ഉണക്കക്കപ്പ തിളപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഭക്ഷണമായിരിക്കാം. അത് ഞങ്ങൾ ഒരു പാത്രത്തിലേ തരുള്ളൂ. ആ ഒരു പാത്രത്തിൽ നിന്ന് ഈ മുളകും കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്ന ആൾക്കാരായിരുന്നു ഞാനിത് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മകളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇന്ന് അതുപോലത്തെ സൗഹൃദം ഉണ്ടോ എന്നറിയില്ല. ഈ സജി എന്ന് പറഞ്ഞ ആൾക്ക് അവൻ്റെ അമ്മ എപ്പോഴും ഒരു നാടൻ കോഴിമുട്ട കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ അത് പുഴുങ്ങി തിന്നില്ല, അവൻ അത് കൊണ്ടുവരും. അവൻ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കയ്യിൽ ഒരു പച്ച തെങ്ങിൻ്റെ ഈർക്കിലിയും ഉണ്ടാവും. അത് പതുക്കി ഒന്ന് പൊട്ടിക്കും. അതിൻ്റെ അറ്റം പൊട്ടിച്ചിട്ട് അവൻ അത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒളിച്ചു തരും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പച്ചമുട്ട കഴിക്കുമോ ഇല്ലെന്നറിയാം. നാടൻ മുട്ട കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് ഞങ്ങളുടെ കൈകളിൽ ഓരോരുത്തർ ഞങ്ങൾ 4 പേർ ഒഴിച്ചിട്ട് ഞങ്ങൾ കുടിക്കുമായിരുന്നു. അതാണ് ഞങ്ങളുടെ സൗഹൃദം. ഈ സൗഹൃദം എന്ന് പറയുന്നത് അതാണ് സൗഹൃദ വേദി മുന്നോട്ട് വെക്കേണ്ടത്. സൗഹൃദ വേദി മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ്. ഈ സൗഹൃദത്തിൽ അവിടെ ജാതിയും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ്. എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സുഹൃത്ത് ഉണ്ടായിരിക്കുമെന്നുള്ള എൻ്റെ ദൃഢവിശ്വാസം, എൻ്റെ ബോധ്യമാണത്. അതായത് എൻ്റെ വീഴ്ചയിലും താഴ്ചയിലും ഉയർച്ചയിലും വളർച്ചയിലും എല്ലാം, അതുപോലെ തന്നെ എൻ്റെ വീഴ്ചയിലും ഉയർപ്പിലും എല്ലാം, ഞാൻ തളർന്നു പോകുമ്പോൾ എൻ്റെ വളർച്ചയിൽ എല്ലാം എൻ്റെ സുഹൃത്ത് എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അന്ന് ഇന്ന്. അപ്പൊ ഇതുപോലുള്ളൊരു സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമുക്ക് നമ്മുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും നമുക്ക് വളർത്താനും കഴിയുക. നമ്മൾ വിചാരിക്കുന്നുണ്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഒരു ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഞാനൊരു പ്രവാചകനുമല്ല. പക്ഷെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ സുഹൃത്തിന്റെ രൂപത്തിലാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെടുക. പക്ഷെ അത് എപ്പോഴും ഒരു സുഹൃത്തിന്റെ രൂപത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന് മാത്രം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടു ഒരു ഒരു രക്തദാനത്തിന്റെ പേര് ഒരു നാമത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം കിട്ടിയ നാമത്തിൽ. അപ്പം പറയും ദൈവം അവരുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സൗഹൃദം വളരുക എങ്ങനെയാണ്? നമ്മുടെ ബന്ധങ്ങളിലൂടെയാണ്, കോണ്ടാക്റ്റിലൂടെയാണ്. ഇന്ന് ഈ കോണ്ടാക്റ്റുകളാണ് ഇല്ലാതെയാവുന്നത്. എന്തുകൊണ്ടാണ് ഇല്ലാതെയാവുന്നത്? ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ക്രിസ്ത്യൻസുകൾ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ, ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധം കാണിക്കുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതായത് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മോടൊപ്പമായിരിക്കാൻ, നമ്മുടെ ഒരു സുഹൃത്തായിരിക്കാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മയോടൊപ്പം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു സുഹൃത്തിനെ അയച്ചതാണ് ക്രിസ്മസ്. അതാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതായത് ആ സുഹൃത്തിന്റെ പേരാണ് ഇമ്മാനുവൽ. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടിയുണ്ട്. അതൊരു സുഹൃത്തിനെ പോലെ ആയിരിക്കണം, ഒരു സൗഹൃദ ബന്ധത്തിലൂടെ ആയിരിക്കണം. കാരണം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പഴയ തലമുറകൾ ജീവിച്ചിരുന്നതും നമ്മളിപ്പോൾ ജീവിക്കുന്നതും ഇനി വരാൻ പോകുന്ന തലമുറയും ജീവിച്ചിരിക്കുന്ന ഒരു തലമുറയാണത്. അതിനാണ് ലോകം എന്ന് പറയുക. ഈ ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്.
ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഇല്ലേ? ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നവർക്ക് ദൈവം സമ്മാനം കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് ക്രിസ്തു ഇമ്മാനുവേൽ, നമ്മോടൊപ്പം ഉണ്ടാകുവാൻ, നമുക്ക് തുണയായിട്ട്, നമുക്ക് സങ്കേതമായിട്ട്, നമ്മോടൊപ്പം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സ്നേഹിതനാണ് ശരിക്ക് യേശു എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാറില്ലേ? ഉണ്ടല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട്. സാധാരണയിൽ മാതാപിതാക്കൾ മക്കൾക്ക്, മക്കൾ മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, കൂട്ടുകാർ കൂട്ടുകാരിക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാർക്ക്, അങ്ങനെ എല്ലാവരും, കാമുകൻ കാമുകിക്ക്, അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? എന്ത് കൊടുത്താലാണ് അവൻ തൃപ്തിപ്പെടുക? എന്ത് കൊടുത്താലാണ് അവൾ തൃപ്തിപ്പെടുക? അപ്പോൾ സമ്മാനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? അതുപോലെ തന്നെ ദൈവം സെലക്ട് ചെയ്യും. ദൈവം ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ജനത്തിന് ഒരു സമ്മാനം കൊടുത്തതാണ് തൻ്റെ ഏകപുത്രൻ. ഇനി ഈ സമ്മാനം ആകേണ്ടത് ആരാണ്? നമ്മളാണ്. അതെന്തുകൊണ്ട്? നമ്മുടെ സാന്നിധ്യത്തിലൂടെ, സൗഹൃദത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനമായി തീരുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് സമ്മാനമായി തീരുക. കാരണം നമ്മെ ഇപ്പോ ഇന്നത്തെ ലോകത്തിന്റെ ഒരു ശാപം എന്ന് നോക്കിയാൽ നമുക്ക് ആർക്കും എന്താണ്, ഇങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബന്ധം വളർത്തുവാനായിട്ട് ഒരു സമയമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ആർക്കും സമയമില്ല. കൂട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല, മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല, മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. ആ സമയം എന്താണ്? സമയം ജോലി ഭാരമാണ്. അപ്പൊ അവര് ജോലിക്ക് പോകുന്നു. ഇവിടെ മിക്കവാറും നമ്മുടെ മക്കളെല്ലാവരും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ഗ്രാൻഡ് പേരൻസിന്റെ കീഴിലായിരിക്കും, മാതാപിതാക്കൾ ചിലപ്പോൾ പുറത്തായിരിക്കും. അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ കിട്ടാതെ വരുമ്പോൾ അവിടെ വൈകാരികമായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സമയം കൊടുക്കുക, ക്വാളിറ്റി ടൈം എന്ന് പറയും. ഓരോ ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ പലപ്പോഴും നമ്മുടെ സൗഹൃദം എന്താണ്? ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല. എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് മുഴുവൻ സമയവും നമ്മൾ ചെലവഴിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയുള്ള ശരവണ ഭവനില്, അതായത് മലബാർ റെസ്റ്റോറന്റ് തൊട്ടടുത്തുള്ള ശരവണ ഭവനിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി, രാത്രി 2 കൂട്ടുകാരനുമൊത്ത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ഫാമിലി അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നത് ഞാൻ കണ്ടില്ല. മക്കളുടെ കയ്യിലും ഉണ്ടാവും മൊബൈല്, ഭാര്യയുടെ കയ്യിലും ഉണ്ടാവും, ഭർത്താവിന്റെ കയ്യിലും ഉണ്ടാവും. എല്ലാവരും പരസ്പരം മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. എത്ര വേദനാജനകമാണെന്ന് നോക്കുക. നമ്മൾ സാധാരണ രീതിയിൽ യാത്രയിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുന്നു, ഏതെങ്കിലും കല്യാണത്തിന് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പോകുന്നു. ഈ നമ്മുടെ വീട്ടിൽ തീന്മേശയുണ്ട്, അതുപോലെ ഊണുമേശയുണ്ട്. ഈ ഊണുമേശയിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? പരസ്പരം നോക്കി വർത്താനം പറഞ്ഞ് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണമാണ് വേണ്ടത്. പക്ഷെ സംഭവിക്കുന്നതോ നേരെ തിരിച്ച്, എല്ലാവരും അവരുടേതായിട്ടുള്ള ലോകത്ത് അവർ ആ മൊബൈൽ നോക്കിയിരിക്കുന്നു. പല സമയത്തുള്ള എല്ലാവർക്കും പല ടൈം ടേബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് നമുക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സമ്മാനമാകുവാൻ കഴിയുക? അതുകൊണ്ട് ഈ ക്രിസ്മസ് സമയത്ത്, ക്രിസ്മസ് സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമാവുക. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമാവുക. വെർച്വൽ വേൾഡിലല്ല, മൊബൈലിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല, മറ്റു ബന്ധത്തിലുമല്ല. നിങ്ങളുടെ സാന്നിധ്യം പല വിധത്തിലാകാം. ഒന്ന് ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള ഒരു സാന്നിധ്യം, പ്രസൻസ് ആകാം. അതെങ്ങനെയാണ്? നമ്മൾ ഒരാൾ വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ അവരോട് ചേർന്നിരിക്കാൻ, അവരോട് കൂടിയായിരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സമ്മാനമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് വളരെ നമ്മുടെ ക്രിസ്തു ചെയ്തത് അത് തന്നെയാണ്. എവിടെ പീഡ അനുഭവിക്കുന്നു, എവിടെ രോഗിയുണ്ടോ, എവിടെ തളർവാദമുണ്ടോ അവിടെയൊക്കെ അവൻ കടന്നു ചെല്ലുമായിരുന്നു. അതുപോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ദൈവമായി മാറാൻ കഴിയണം. പിന്നീട് രണ്ടാമത് നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് സ്പിരിച്വൽ പ്രസൻസ്, ഒരു ആത്മീയ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ സാന്നിധ്യം നന്മ ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു ആത്മീയ സാന്നിധ്യം കൊടുക്കുകയാണ്. അതായത് നമ്മൾ പറയാറുണ്ട് അഹം ബ്രഹ്മാസ്മി, ഐ ആം ഗോഡ്.
അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ള എന്താണ് ത്വം ദേവ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ദൈവം. നിങ്ങൾ എങ്ങനെയാണ് ദൈവമാകുന്നത്? നിങ്ങൾ ഓരോരുത്തരും, അതായത് നീയാണ് ദൈവം, നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവം. അങ്ങനെ ആ ദൈവമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ആ നന്മ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും, എനിക്ക് കാണപ്പെട്ട ദൈവം ഇയാളാണ്, ഞാൻ കാണപ്പെട്ട ദൈവം ഇവളാണ്, ഇവനാണ്, ഈ കുഞ്ഞാണ് എന്നൊക്കെയാണ് പറയാം. ഇപ്പൊ ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ധീരപ്രവർത്തി, ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഞാൻ കേട്ടു, ഒരു കുഞ്ഞനുജൻ 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു കുഞ്ഞനുജൻ കിണറ്റി വീണപ്പോഴത്തേനും 7 വയസ്സുള്ള ഒരു കുഞ്ഞനുജത്തിയാണ് ചാടി അവനെ രക്ഷിച്ചത്. നിങ്ങൾ കേട്ടിരിക്കും ആ വാർത്ത. അപ്പൊ ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞിന് അതിന് ധൈര്യമാണ്, എൻ്റെ അനുജനാണ്. അവള് നോക്കിയത് എന്താണ്? അവളുടെ ശരീരമോ അവളുടെ സുരക്ഷിതമോ അവളുടെ സംരക്ഷണമോ അല്ല. അവൾ നോക്കിയത് ഈ താഴത്തേക്ക് വീണത് എൻ്റെ അനുജനാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ കൂടപ്പിറപ്പാണ് എന്നുള്ള ചിന്തയാണ് അവനെ അതിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് അവൾ ചാടിയത്, രക്ഷിച്ചത്. അങ്ങനെയുള്ളവർക്കാണ് ധീരതയ്ക്കുള്ള അവാർഡും മറ്റും കിട്ടുന്നത്. അതാണ് നമ്മുടെ നന്മ ചെയ്യാനുള്ള നമ്മുടെ ഓരോരുത്തരും. പിന്നെ അടുത്തത് എന്താണ്? മോറൽ പ്രസൻസ്. മോറൽ പ്രസൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാൻമാർഗികമായിട്ടുള്ള ഒരു പ്രസൻസ്. അത് നമ്മുടെ ഒരു സുഹൃത്ത്, നമുക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റ് തിരുത്താൻ അവനെ സഹായിക്കാനും ആ സ്നേഹം കൊണ്ട് അവനെ തിരുത്താനും നമുക്ക് കഴിയുക. അല്ലാതെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവനെ തല്ലിക്കുന്ന ദൂരക്കളയ എന്നല്ല, അവനെ മാറ്റി നിർത്തുക എന്നല്ല, അവനെ നശിപ്പിക്കുക എന്നല്ല. നമ്മുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട് അവനെ നമുക്ക് നേടാൻ കഴിയുക എന്നതാണ്. അങ്ങനെ നേടാൻ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്ത് ബന്ധം, അത് നല്ലൊരു സുഹൃത്തിനെ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിന് നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരൊറ്റ സന്ദേശം പറയുന്നുള്ളൂ. നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു സാന്നിധ്യമാകുക. ആ സാന്നിധ്യം നിങ്ങൾ സമ്മാനമായി നൽകുക. അങ്ങനെ അവരിനെ നേടുവാനും അവരിന് വേണ്ടി ജീവിക്കുവാനും ഇന്ത്യയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൂടെ ബലി കഴിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ സമയവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും സ്വത്തും ഇതെല്ലാം കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സൗഹൃദവേദിയുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ, ഈ വാർഷിക ആഘോഷത്തിൽ ഇതിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഈ സൗഹൃദവേദി തുടങ്ങുകയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നൽകുവാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ സൗഹൃദം വളരട്ടെ. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു സൗഹൃദം കൊടുക്കാം. നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാം. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു.